വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരു നാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാൽ, ഇന്നു സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാൽ, തന്നതിനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടും നീ. തന്നതിനുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടും നീ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ, വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ യേശുദാസ് പ്രസാദ്. ദൈവസന്നിധിയിൽ അല്പസമയം കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന വേദഭാഗം 119 സങ്കീർത്തനം, അതിൻ്റെ 18 വാക്യം ഞാനൊന്ന് വായിക്കാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ സ്തോത്രം. എൻ്റെ ദൈവമേ സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടെ തന്ന വചനത്തെ, അവിടെ നടുവിൽ തന്ന നല്ല വചനത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളെ അടിങ്ങൾക്ക് ഭക്ഷിച്ച് പാനം ചെയ്ത് കർത്താവേ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവ സാന്നിധ്യം അടിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണം. കേൾക്കുന്ന നിന്റെ മക്കൾ ഓരോരുത്തരും ഇന്നീ പകൽക്കാലം ഈ വചനത്താൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗം ഇടയാക്കണം. രോഗികളായിട്ടുള്ളവർക്ക് രോഗം നീക്കി സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. പല പല പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഈ വചനത്താൽ നീക്കി അവർക്ക് പൂർണ്ണ സന്തോഷവും സമാധാനവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഈ വചനം ഒന്നുകൂടി വായിക്കാം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. കർത്താവ് സ്തോത്രം. കർത്താവ് നമുക്ക് ന്യായപ്രമാണം തന്നിരിക്കുന്നു. തിരുവചനം വായിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നമ്മുടെ കണ്ണുകളെ തുറക്കേണ്ടതിനായിട്ട് ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങളും ഓരോ വചനങ്ങളും നാം മനസ്സിലാക്കേണ്ടതിനായിട്ട് നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. അതിനുവേണ്ടി നാം അല്പസമയം ആയിരിക്കുന്നുവെങ്കിൽ ആ നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനത്തിൽ ആയിരിക്കുന്ന വചനങ്ങളെ നമുക്ക് ഉരുവിടുവാൻ, അത് ഹൃദയത്തിൽ ധ്യാനിപ്പാൻ, അത് നമുക്ക് മനസ്സിലാക്കുവാൻ, അത് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തകൾക്ക്, ജീവിതത്തിൻ്റെ പോക്കുകൾക്ക്, തൻ്റെ പ്രയാസങ്ങൾക്ക്, ഭാരങ്ങൾക്ക് എല്ലാം ഒരു അറുതിയായി തീരുവാൻ, അതിനൊരു പരിഹാരമായി തീരുവാൻ സ്വർഗമിടയാക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനം നാം വായിക്കുമ്പോൾ നമ്മുടെ തിരുവചനം നമുക്ക് വായിക്കുമ്പോൾ പല ഭാഗത്തായിരുന്ന പല വചനങ്ങളും നമുക്ക് അനുഗ്രഹമായി തീരുന്നതായിട്ടുള്ള പല വചനങ്ങൾ നാം ഉണ്ട്. അത് ഓരോ വചനങ്ങളും നാം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ്. തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പല പല ഭാഗങ്ങളിലിരുന്ന് എഴുതപ്പെട്ട ഈ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായിരിക്കുകയാൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന ഏവനും അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഏവനും അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഏവരും അത് അനുഗ്രഹം പ്രാപിക്കും. ഇത് നന്മയ്ക്കായിട്ട് മാത്രം, ഇത് നാശത്തിനായിട്ടല്ല, ഇത് നന്മയ്ക്കായിട്ട് മാത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഭക്ഷണമാണ് കർത്താവിൻ്റെ വചനം. ഇത് ഭക്ഷിച്ച് പാനം ചെയ്ത് അത് കഴിക്കേണ്ടതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമുക്ക് ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു നിറവ് പ്രാപിക്കുന്ന ഒരു വചനമാണ് ദൈവവചനം എന്ന് പറയുന്നത്. ആ ദൈവവചനം നാം ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കി അതിന് പ്രകാരം മുന്നോട്ട് പോകുന്നുവെങ്കിൽ
യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ഏവർക്കും നന്മ തന്നെ പ്രാപിക്കും. തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചനം നാം വായിക്കുന്ന കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന, കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന ഏവരുമേ നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. രോഗികളായിട്ടുള്ളവർക്കും ഭാരങ്ങൾ അനുഭവിക്കുന്നവർക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും ഏവർക്കും സുഖം അനുഭവിക്കുന്നവർക്കും ദുഃഖം അനുഭവിക്കുന്നു ഏവർക്കും ഈ കർത്താവിൻ്റെ വചനം, ഈ ദൈവവചന സുവിശേഷം അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കത് അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും. നമുക്ക് 119 സംഗീതത്തിലെ 17-ാം വാക്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ 18 നമ്മൾ വായിച്ചത് ഭാഗം 18-ാമത്തെ വാക്യമാണ്. 17-ാം വാക്യത്തിലേക്ക് നാം വായിക്കുവാണ്. നാം ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. കർത്താവ് കർത്താവിനോട് നാം പറയുക, നാം ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന്, ആത്മാവ് ജീവിച്ചിരിക്കേണ്ടതിന്, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നാം ഓരോരുത്തരും കർത്താവിൻ്റെ വചനം പ്രമാണിച്ചാൽ, ആ കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ നാം അനുസരിച്ചാൽ, അത് ഹൃദയത്തിൽ ധ്യാനിച്ച് അതിന് പ്രകാരം മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്താൽ നന്മ നാം പ്രാപിക്കുവാൻ നാം സന്നദ്ധരാണ്. ആ നന്മ നാം പ്രാപിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും പ്രിയമുള്ളവരെ, ദൈവത്താൽ നന്മ പ്രാപിക്കേണ്ടതിന് കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് മുന്നോട്ട് പോകാൻ നാം തയ്യാറാവുക. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാം എന്ത് ഭാരങ്ങളോ, എന്തോ പ്രയാസങ്ങളോ, എന്ത് ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധിയിൽ കൂടെ നാം കടന്നു പോകുന്നുവോ അതിനെയൊക്കെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമ്മൾ ദൈവത്തിൻ്റെ വചനം, ആ സത്യദൈവത്തിൻ്റെ വചനം നമുക്ക് മുൻപിലുണ്ട്. ആ വചനം അനുസരിക്കുന്ന ഏവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവം നാം ഓരോരുത്തരെയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥനയ്ക്ക്, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് അല്പസമയം ധ്യാനത്തോടെ ആയിരുന്നാൽ ദൈവത്താൽ അനുഗ്രഹം പറയപ്പാൻ ഇടയാവും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായ സ്വർഗീയ പിതാവേ, നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ നാളുകളൊക്കെയും നിന്റെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിച്ച് സഹായിച്ച് പരിപാലിച്ചു. ഈ വചനം കേൾക്കുന്ന ഏവരും കർത്താവേ, ഈ പ്രാർത്ഥനയാൽ, ഈ വചനത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ സ്വർഗമിടയാക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച. അവർ എന്ത് ഭാരങ്ങളോ പ്രയാസങ്ങളോ ആയിക്കോട്ടെ, എന്ത് കഷ്ടതയും ഭാരങ്ങളും ആയിക്കോട്ടെ കർത്താവേ, ദൈവമേ നീ അതിനൊക്കെയും മോചനം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നാൽ അസാധ്യമായതൊന്നുമില്ല. നീ അസാധ്യങ്ങളെ അസാധ്യമാക്കുന്ന ദൈവമാണ്. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവ ഞങ്ങളുടെ കർത്താവ് നിശ്ചയമായും അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമായിരിക്കാൻ നന്ദിയോട് സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്ന പച്ച. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും, ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന ഓരോരുത്തരും കർത്താവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവരെ നടത്തിയതിനാൽ സ്തോത്രം, പരിപാലിച്ചതിനാൽ സ്തോത്രം, കൂടെ ഇരുന്നതിനാൽ സ്തോത്രം. അവരുടെ ഭാരങ്ങളോ പ്രയാസങ്ങളോ ജീവിതത്തിലായിരിക്കുന്ന എന്തും ആയിക്കൊള്ളട്ടെ കർത്താവ്. യേശു എല്ലാത്തിനും മതിയാവനായിരിക്കാൻ, എൻ്റെ ദൈവം എല്ലാത്തിനും മതിയാവനായിരിക്കാൻ നന്ദിയോട് സ്തുതിക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും എൻ്റെ കർത്താവ് മാറ്റി അവർക്ക് പൂർണ്ണമായ സൗഖ്യം അനുഗ്രഹവും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയതിനാൽ സ്തോത്രം, പരിപാലിച്ചതിനാൽ സ്തോത്രം. എല്ലാവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തോത്രം. യേശു എന്നാൽ അപേക്ഷിക്കുന്ന പ്രയോജനങ്ങൾക്ക് മാറാകണമേ. ആമേൻ.